എൻ്റെ കുട്ടികളെ എല്ലാവരും ഏകദേശം നമ്മുടെ +2ൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം ഒരു 5-6 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം യെസ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടാവും, നോ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടാവും. അതിൽ അറ്റ്ലീസ്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടുള്ള യെസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒന്നുകിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഇനി സ്റ്റാർട്ടിങ് മുതലില്ലെങ്കിൽ പകുതി മുതലെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും നമ്മുടെ എക്സാമിനറുടെ ബാച്ചിലോ അല്ലാതെയോ പഠിക്കുന്ന കുട്ടികളായിരിക്കും. നോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും പഠിച്ചിട്ടില്ല ഇന്നും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഓ പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്നത് ആർക്കറിയാം, എനിക്ക് മാത്രമല്ലേ അറിയാം, ഇത് ആരാ അറിയണത് ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇനി അറിയും അല്ലേ? കാരണം അതിന് മുൻപിൽ ഇങ്ങനെ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ +2 ഓണം എക്സാം. അപ്പോൾ +2 ഓണം എക്സാമിന് വരുമ്പം നമ്മളുടെ കയ്യിലൊരു പേപ്പർ കിട്ടുകയാണ്. ഇത്രയും കാലം നമ്മളിങ്ങനെ നമ്മളെ മൈൻഡ് ചെയ്തില്ല, പഠിച്ചില്ലെങ്കിലും നീ കുഴപ്പമൊന്നുമില്ല, നീ മുന്നോട്ട് പൊക്കോ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്നു. നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ആ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ അല്ലേ? നമ്മൾക്ക് വേറെ ആരെയും ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് നമ്മളോട് തന്നെ തോന്നില്ലേ, എടാ മോനെ നിനക്കൊന്നും അറിയില്ല എന്നൊരു ബോധം നമുക്ക് വരുമ്പം നമ്മൾ ആകെ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഠിച്ചു തുടങ്ങണം അല്ലേ? എൻ്റെ കുട്ടികൾ ഇത്രയും ദിവസങ്ങൾ കളഞ്ഞത് പോട്ടെ, ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീമോട്ടിവേഷൻ നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഈ ഡീമോട്ടിവേഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം വരുമ്പോഴും ഈ ഡീമോട്ടിവേഷൻ തന്നെ. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു, ഇനി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് കവർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് അതിൻ്റെ മുകളിലായിരിക്കും നിങ്ങളുടെ അവസ്ഥ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വെറും ഒരു പബ്ലിക് എക്സാം മാത്രമല്ല, നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, റെക്കോർഡ് വർക്ക് ഉണ്ട്, ഇനി അതിനിടയിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും ഉണ്ട്. അപ്പം നമ്മൾ ഈ +2 സിലബസ് എങ്കിലും നിങ്ങൾ കറക്റ്റ് ടൈം ബൗണ്ടഡ് ആയിട്ട് തീർത്തിട്ടില്ലെങ്കിൽ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, സംഭവം നിങ്ങളുടെ +2 പബ്ലിക് എക്സാം മാത്രമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരിക. ഓണം എക്സാമിൻ്റെ മാർക്ക് ആർക്കും വേണ്ട, ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ആർക്കും വേണ്ട. പക്ഷേ എന്തിനാണ് ഈ എക്സാം? നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാനാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വലിയ പാത്രം നിറയെ ചോറ് വന്നിട്ട് ഒറ്റയടിക്ക് നിങ്ങളോട് വിഴുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ? അതേപോലെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സും നിങ്ങളുടെ സിലബസും. നിങ്ങൾ കുറച്ച് പഠിച്ച് തീർക്കാനാണ് ഈ ഒരു ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ തന്നിട്ടുള്ളത്, അല്ലാതെ നിങ്ങളുടെ മാർക്ക് കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ല. അപ്പം ഇനിയെങ്കിലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നേരത്തെ മുതൽ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ അയ്യോ ഞാനൊന്നും പഠിച്ചില്ല, എനിക്കിനിയൊന്നും പറ്റില്ല, അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാതെ എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങാം. ആൻഡ് ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഉയരെ ബാച്ചിൽ നിങ്ങളുടെ ബാച്ച് ഫീ 1000 rupees നിങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത് 4999 ആണ്. പക്ഷേ ജൂലൈ 31 വരെ അതിൻ്റെ ഉള്ളിൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന മക്കൾക്ക് 1000 rupees റിഡക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ ഓണം എക്സാം സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്ന ഒരു ഓഫറാണ്. എക്സാം ഒക്കെ ആയില്ല, ഇപ്പോൾ അങ്ങനെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മളുടെ ജൂലൈ 31 നിങ്ങൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3999 മാത്രമേ വരുള്ളൂ. അത് മാത്രമല്ല വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും ഞങ്ങൾ ഇനിയിപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമോ? അതിനുള്ള ഒരു പെർഫെക്റ്റ് ആൻസറാണ് ജൂലൈ 28 മുതൽ, അതായത് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഉയരെ ബാച്ചിൽ നമ്മുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ നമ്മളുടെ ഷോർട്ട് നോട്ട് മാരത്തൺ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിലും കുറച്ചൊക്കെ പഠിച്ചുള്ള മക്കളാണെങ്കിലും ഇനി കംപ്ലീറ്റ് പഠിച്ച ആൾക്കാർക്കാണ് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട് മാരത്തൺ ലൈവ് ക്ലാസ്സുകൾ. അത് ജൂലൈ 28 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജൂലൈ 31 വരെ നിങ്ങൾക്ക് ഈ ഒരു 1000 rupees റിഡക്ഷൻ ഉണ്ട്. പക്ഷേ 28-നുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ജൂലൈ 28-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. നമ്മുടെ ബാച്ച് സ്റ്റുഡൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ 28-ന് മുൻപായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ 2 കാര്യങ്ങളുണ്ടാവും. അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഓണം എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് പോർഷൻസ് ഉണ്ട്, ക്രിസ്മസ് എക്സാം പോർഷൻസ് ഉണ്ട്, പബ്ലിക് എക്സാമിൻ്റെ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല നമ്മുടെ +2 ഏരിയ ബാച്ചിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ക്ലാസ്സുകളും കിട്ടും. ടൈം ആകുമ്പോൾ നമ്മുടെ ബാച്ചിൽ വരും. അപ്പോൾ ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നോട്ട്സും വർക്ക്ഷീറ്റും PYQസും എക്സാമും ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 3999 കിട്ടും. ഓക്കെ, നിങ്ങളൊരു പെർ ഡേ നോക്കുകയാണെങ്കിൽ ഒരു 15 രൂപയെ വരുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആക്കാതെ വേഗം തന്നെ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനി ബാച്ചിൽ ലൈവ് ക്ലാസ്സിൽ കാണാം.